എന്താ എന്താ എന്ത് പറ്റി? എന്താ പറ്റിയത്? നേരത്തെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. പിടിക്കട്ടാ, അവനത് കട്ടിലെ പിടിച്ച് ചേട്ടാ സൂക്ഷിച്ച്. ഈ അഷ്ടവൈദ്യ മടോന്നൊക്കെ വെറുതെ പേരേ ഉള്ളൂന്നാ തോന്നുന്നത്. എന്താ അവര് കലക്കി കൊടുത്തേന്നൊക്കെ ആർക്കറിയാം? ഇപ്പൊ തന്നെ കണ്ടില്ലേ, മരുന്ന് വായിലേക്ക് ഒഴിച്ചതേ ഉള്ളൂ, അവ മയങ്ങിപ്പോയി. ഇനി വല്ല മയക്കുമരുന്ന് വല്ലോ ആണോ വൈദ്യര് കലക്കി കൊടുത്തത്? ദൈവദോഷം പറയരുത്. മരുന്ന് കഴിച്ചു തുടങ്ങിയ പിന്നെ സ്വതവേ ശാന്തനായിരുന്നവൻ ഇന്നെന്താ പറ്റിയെന്നറിയില്ല. പിന്നെ ഇപ്പൊ കൊടുത്ത മരുന്ന് ബഹളം വെച്ചാൽ ഉടൻ കൊടുത്ത ഉറങ്ങിക്കോളൂന്ന വൈദ്യര് പറഞ്ഞത്. ഏതായാലും അലോപ്പതി മരുന്ന് കൊടുത്തപ്പോ അവിടെ വെച്ച് പിന്നെ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. മഹേട്ടനൊന്നും പറ്റിയില്ലല്ലോ. എന്ത് പറയാനാ, സ്വന്തം അച്ഛനെ പോലും തിരിച്ചറിയാൻ പറ്റില്ലെന്ന് വന്ന എന്ത് ചെയ്യും? അവൻ ഉറങ്ങട്ടെ, ഇനി കുറച്ചു നേരം ഇങ്ങനെ കിടന്നോളും. വാ നമുക്ക് പോവാം. മഹേട്ടൻ പൊയ്ക്കോ, ഞാനും എന്റെ അടുത്ത് തന്നെ ഇരുന്നോളാം. അയ്യോ ഏട്ടത്തി, അത് അപകടമാ. ഉണർന്നാ ചിലപ്പോ. ഞാൻ പ്രസവിച്ചവനല്ലേ, എന്നെ എന്തായാലും അവന് ഉപദ്രവിക്കില്ല. നിങ്ങൾ പൊയ്ക്കോ. മാനസിക ഉപഭ്രാന്തി വന്നാ അവൻ അമ്മയെന്നൊന്നും കാണില്ല. ഹരി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, അവന് പ്രശ്നമൊന്നുമില്ല. അഥവാ ഉണ്ടായാലും അവന്റെ മുമ്പ് വെച്ച് അങ്ങനെ പറയരുത്. അല്ല ഏട്ടാ, ഞാൻ ഏട്ടത്തിയുടെ സുരക്ഷയെ കരുതി പറഞ്ഞു എന്നേ ഉള്ളൂ. ഏട്ടൻ വിഷമായെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്ക്. മായ, നീ വാ. ഏട്ടത്തി, ഞങ്ങളെന്നാ ഇതൊന്നും കണ്ട് നീ പിന്മാറരുത്. സമയാസമയത്ത് അവനങ്ങ് കലക്കി കൊടുത്തേക്കണം. പുള്ളിമരുന്ന് ഇനിയും ബാക്കി ഇരിപ്പുണ്ടല്ലോ അല്ലേ? ഇനിയും 3-4 തവണ കൊടുക്കാനുള്ളത് ഇരിപ്പുണ്ട്. തീരുമ്പോ വരുത്താം, വരുത്തിയല്ലേ പറ്റൂ. മഹേട്ട, ഹരിക്ക് വിഷമായെന്നാ തോന്നേ. ഏതായാലും ഒടങ്കുല്ലി വൈദ്യന്റെ ഒറ്റമൂലി ഗംഭീരം. ഹരിയേട്ടാ, ശരിക്കും അയാളുടെ പേര് അങ്ങനെയാണോ? ആർക്കറിയാം പേരൊക്കെ. എല്ലാരും അയാളെ അങ്ങനെയാ വിളിക്കുന്നത്. എന്ത് പേരായാലും അയാളുടെ മരുന്ന് നന്നായിട്ട് ഫലിക്കുന്നുണ്ടല്ലോ. ഉറപ്പല്ലേ? സത്യം പറ, മഹേട്ട നടുപിടിച്ചാ വീണത്. എവിടെയെങ്കിലും വാക്കില്ലാതെ തട്ടിയോ? വേദന തോന്നുന്നുണ്ടോ? ഇല്ല ജാനകി, മനസ്സിന് പറ്റിയ മുറിവേ ഉള്ളൂ. വൈദ്യന്റെ മരുന്ന് കഴിച്ചു തുടങ്ങിയ പിന്നെ സാധാരണ നിലയിലേക്ക് വന്നതാ. പിന്നെ ഇങ്ങനെയായി. നീ ഇവനെ വിളിച്ചുണർത്തി നമ്മുടെ മുറിയിലേക്ക് കൊണ്ട് കിടത്ത്. എന്താടാ മോനെ? സാരമില്ല, മോൻ ഉറങ്ങിക്കോട്ടാ. അപ്പൂ എനിക്ക് വേണം. എനിക്ക് പൂ വേണം. പൂ എവിടെ? ഒന്നുമില്ലടാ, എന്റെ പൊന്നു മോനെ ഉറങ്ങിക്കോ. ഉറങ്ങിക്കോട്ടാ, അമ്മയുണ്ട് കൂടെ. ഉറങ്ങിക്കോ. എവിടെ?
താ അമ്മ വള. ഏയ് ഏയ് മാലാഖേ വാ, ഏഞ്ചലേ വാ. എന്താ മാലാഖേ വരാത്തെ? എപ്പോ വിളിച്ചാലും മാലാഖ വരാന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്തിപ്പോ വിളിച്ചിട്ട് വരാത്തെ? കുട്ടാ ഹായ്. കുട്ടൻ എപ്പോ വിളിച്ചാലും മാലാഖ വരുന്നല്ലേ പറഞ്ഞേ? 7 മാമലകളും 1000 കാതങ്ങളും 7 കടലുകളും സമയദൂരങ്ങളും ആകാശഗോപുരവുമെല്ലാം കടന്ന് ഭൂമിയിലെത്താൻ നക്ഷത്രത്തിൽ വസിക്കുന്ന മാലാഖമാർക്ക് സമയം വേണം കുട്ടാ. അതൊന്നും പറ്റില്ല. കുട്ടൻ എപ്പോ വിളിച്ചാലും മാലാഖ വരണം. ഞാൻ പറയുന്നത് പോലെ കുട്ടൻ പറഞ്ഞ ഞാൻ വരാം. ആ, ആ. 1 2 ചച്ച 1 2 ചച്ച 1 2 ചാലസ്യ 1 2 ചാലസ്യ മഹാമന്ത്രസ്യ മഹാമന്ത്രസ്യ ആഗച്ഛ ആഗച്ഛ ആഗസ്റ്റ ആഗസ്റ്റ മാലാഖേവ മാലാഖേവ ഏഞ്ചലേവ ഏഞ്ചലേവ മാലാഖേവ ഏഞ്ചലേവ. കുട്ടൻ എന്നെ എപ്പോ കാണണമെങ്കിലും ഈ മന്ത്രം ചൊല്ലിയിട്ട് കുട്ടന്റെ കയ്യിലിരിക്കുന്ന മാജിക് ബാങ്കിളില്ലേ അതിലൂടെ നോക്കിയാ മതി, എന്നെ പെട്ടെന്ന് കാണാം. സത്യാണോ? സത്യം. അയ്യോ മാലാഖേ പോവല്ലേ, ഏഞ്ചലെ പോവല്ലേ, തിരിച്ച് വാ, വാ തിരിച്ച് മാലാഖേ. ഏഞ്ചലെ പോവല്ലേ, ഏഞ്ചലെ പോവല്ലേ പ്ലീസ്. മോനെ ഏഞ്ചലെ പോവല്ലേ. സിദ്ധു എന്താടാ? ഏഞ്ചലെ പോവല്ലേ. സിദ്ധു ഏഞ്ചലെ അവിടെ നിക്കാൻ. സിദ്ധു ഏഞ്ചലെ എവിടെ? എന്താ? എവിടെ പോയി ഏഞ്ചലെ? സിദ്ധു അമ്മ ഏഞ്ചലെ എന്താ കാണുന്നില്ല അമ്മ. മോനെ? എന്താ? അമ്മ ഏഞ്ചലെ കാണുന്നില്ല. ഏഞ്ചലോ? ആ, എന്താ മോനെ, ആ. നീ സ്വപ്നം വല്ലതും കണ്ടോ? ആരെ നീ വിളിച്ചേ? അമ്മ ഏഞ്ചൽ മോനെ കാണാൻ വന്നു അമ്മ, പക്ഷെ പെട്ടെന്ന് പോയി. കുട്ടനോടൊന്നും സംസാരിച്ചില്ല. പെട്ടെന്ന് ആ മേഘങ്ങൾ ഏഞ്ചൽ എടുത്തോണ്ട് പോയി. പേടിക്കണ്ട, ഏഞ്ചൽ ഇനിയും വരും. മോൻ ഉറങ്ങിക്കോ, അമ്മ എങ്ങോട്ട് പോവില്ല, മോന്റെ അടുത്ത് തന്നെയുണ്ട്. ഏഞ്ചല് വരുവടാ, ഏഞ്ചല് വരും. ഏഞ്ചൽ വരും അമ്മ. വരും മോനെ, മോൻ ഉറങ്ങിക്കോ, ഉറപ്പായിട്ടും വരും. വന്നേ, വാ, വാടാ. മോൻ കിടന്നോ. കയ്യമ്മ ഉറങ്ങിക്കോട്ടോ. അമ്മ എന്റെ അടുത്തുണ്ടാവണേ. ഉണ്ടടാ.
സോറി ഐ എം റിയലി സോറി. എന്ത് സോറി? കാശുള്ളവൻ കാറിൽ ഞെളിഞ്ഞിരുന്ന് പോകുമ്പോ വഴിയിൽ ആൾക്കാരെ നോക്കണ്ടല്ലോ. പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നു, സോറി. ഛേ, കുട്ടിയുടെ ഡ്രസ്സാകെ ചെളിയായല്ലോ. പ്ലീസ്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അങ്ങനെ പറഞ്ഞിട്ട് പോയാ മതിയല്ലോ. ഞാനൊരു ഇന്റർവ്യൂവിന് പോവായിരുന്നു. ഈ ഡ്രസ് ഇട്ടിട്ട് ഞാൻ ഇനി എങ്ങനെ പോവും? എനിക്ക് കിട്ടിയ നല്ലൊരു ഓഫറാ താൻ നശിപ്പിച്ചത്. നോക്കിക്കോ, തന്നെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് വേറൊരു ഡ്രസ്സ് വാങ്ങി തന്നിട്ട് താൻ പോയാ മതി. തനിക്ക് എവിടേക്കാ പോകേണ്ടത്? ഏത് കമ്പനിയിലെ ഇന്റർവ്യൂ? പുതിയ ഡ്രസ്സ് വാങ്ങി അത് ചേഞ്ച് ചെയ്ത് ഇന്റർവ്യൂവിന് പോകേണ്ട സമയമുണ്ടോ? എപ്പോഴാ ഇന്റർവ്യൂ? അതൊക്കെ തന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. മര്യാദയ്ക്ക് ഡ്രസ്സ് വാങ്ങി തരുന്നുണ്ടോ അതോ ഞാൻ ആളെ കൂട്ടണോ? ഇതേ എന്റെ സ്വന്തം നാടാ. മര്യാദയ്ക്ക് തനിക്ക് ഇവിടുന്ന് പോണമെങ്കിൽ ഒന്നെങ്കിൽ എനിക്ക് ഡ്രസ്സ് വാങ്ങി തരണം, അല്ലെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ തരണം. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കുട്ടി കാറിലോട്ട് കയറ്. നമുക്ക് അടുത്ത ഏതെങ്കിലും ഷോപ്പിൽ പോവാം. ഡ്രസ്സ് മേടിച്ചു തരാം. ലേറ്റ് ആയില്ലെങ്കിൽ ഇന്റർവ്യൂ എവിടെയാണെന്ന് പറഞ്ഞാ ഞാൻ തന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം. ഇത്രയൊക്കെ ചെയ്താ പോരെ? ഈ ചെളി വെച്ചോണ്ട് ഞാൻ എങ്ങനെ കാർ കയറും? അതൊന്നും കുഴപ്പമില്ല. ഇതെന്റെ കാറ് തന്നെയാ. ഞാൻ സർവീസ് ചെയ്ത് ക്ലീൻ ആക്കിക്കോളാം. താൻ ധൈര്യമായിട്ട് കയറ്. ഒരു സ്ട്രേഞ്ചറായി തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ചെളി തെറിപ്പിച്ചിട്ട് ഞാൻ കാർ നിർത്താതെ പോയില്ലല്ലോ. നിർത്തി സോറി ഞാൻ പറയുകയും ചെയ്തല്ലോ. അതിന്ന് ഞാനൊരു ജെന്റിൽമാൻ ആണെന്ന് തനിക്ക് മനസ്സിലായി കാണും. ബെൽറ്റ് സ്വർണമ്മ, സ്വർണമ്മ. ആ നീയോ? കേറി വാ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പണം തിരിച്ചു തരാൻ വന്നതാണോ? എന്തായി നിന്നോട് പറഞ്ഞ കാര്യം? അവളെ കൊണ്ട് സമ്മതിപ്പിച്ചോ? ഇല്ല, ഇതുവരെ പൂർണ്ണ സമ്മതം പറഞ്ഞിട്ടില്ല. അവിടെയും ഇവിടെയും തൊടാതുള്ള മറുപടി ഞാൻ അവളെ കൊണ്ട് സമ്മതിപ്പിക്കും. എനിക്ക് കുറച്ചുകൂടി സമയം തരൂ. നിനക്ക് നാണോ ഇല്ല ഇതും പറഞ്ഞ എന്റെ മുന്നിലേക്ക് വരാൻ? ഈ സ്വർണ്ണമ്മയെ നിനക്ക് അറിഞ്ഞൂടാ? നിനക്കും ആ ശ്രീകളിക്കൊക്കെ ഓരോ ആവശ്യത്തിന് കാശെണ്ണി തന്നില്ലേ? വെറുതെ കാശ് കളയാനേ ഈ സ്വർണ്ണമ്മയ്ക്ക് ഭ്രാന്തൊന്നുമില്ല. കുറച്ച് സമയം കൂടി വേണം. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, കല്യാണം എന്നൊക്കെ പറഞ്ഞ അവർക്ക് ഭയങ്കര പേടിയാ. ദേവികയെ കൊണ്ട് എന്റെ മോന്റെ കാര്യത്തിൽ സമ്മതം പറയിക്കാൻ. അത് കഴിഞ്ഞ 50ഉം 100ഉം അല്ല, 2 ലക്ഷം രൂപ ഞാൻ എണ്ണിത്തരും. നിന്റെ വീട്ടുകാരുടെ കടവും ഞാൻ എഴുതിത്തള്ളൂ. ദേവികയെ ഞാൻ എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കും. ഇതെന്റെ വാക്കാ. നിന്റെ ഒരു വാക്ക്? സ്വർണ്ണമ്മയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ. നീ ആദ്യം പറഞ്ഞ കാര്യം സാധിച്ചിട്ട് വാ. അല്ല, ഇവിടെ കളക്ഷൻസ് ഒക്കെ കുറവാണല്ലോ. ഇത് മതിയാവോ? ഞങ്ങളൊക്കെ എവിടെ നിന്നാ എടുക്കുന്നത്? ആ, എന്നാ പിന്നെ നോക്കി സെലക്ട് ചെയ്തോ. ഞാൻ ഇതൊന്ന് ട്രയൽ ചെയ്തിട്ട് വരാം.
അല്ല ഇത് സെലക്ട് ചെയ്തോ? ആ ഇത് മതി. ചേട്ടാ ഇത് രണ്ടും കൂടി ബില്ലിട്ടോ. ഇതൊന്ന് പാക്ക് കൂടി ചെയ്യണേ. ആ ചേച്ചി ഒരു സ്പെയർ കവർ തരോ? ആ അല്ല, മഹാദേവൻ സാറിന്റെ മകനല്ലേ? അതെ, സാറെന്താ ഇവിടെ? ഇവിടെ ചില ബിസിനസ് നോക്കുന്നുണ്ട്. ആ സാർ. ഇങ്ങനെയാണോടോ വണ്ടി പാർക്ക് ചെയ്യുന്നത്? വേറെ ആർക്കും വണ്ടി പാർക്ക് ചെയ്യണ്ടേ? ചേട്ടാ എമർജൻസി സിറ്റുവേഷനിൽ ഇട്ടുപോയതാ. കാർ വേഗം എടുത്ത് മാറ്റണോ? താൻ എന്താ ഈ കാണിക്കുന്നത്? ആരാ എന്താന്ന് അന്വേഷിക്കാതെയാണോ കസ്റ്റമേഴ്സിനോട് ഇടപെടുന്നത്? ഇതാരാണെന്ന് അറിയാമോ? ബിസിനസ് മാഗ്നറ്റ് മഹാദേവൻ മുതലാളിയുടെ മകനാ. സോറി സർ, ആളറിയാതെ പറഞ്ഞു പോയത്. ഇറ്റ്സ് ഓക്കെ. അല്ല വരുന്നില്ലേ? ഇന്റർവ്യൂവിന് എവിടെ പോണ്ടേ? വേഗം വാ, ലേറ്റ് ആക്കണ്ട. വേണ്ട സർ, ഞാൻ പൊക്കോളാം. സാറ് ബുദ്ധിമുട്ടണ്ട. അല്ല വേറെ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? താങ്ക്സ്. വേണ്ട സർ. ആ എന്നാ പിന്നെ ഓക്കെ, പോട്ടെ. കോടീശ്വരന്റെ മോനാ. വെറുതെ ഉടക്കണ്ടായിരുന്നു. പേര് പോലും ഒന്ന് ചോദിക്കാൻ പറ്റിയില്ല. അയ്യോ സ്വർണമേ, ആ ദേവികയും ഗോപികയും ഇങ്ങോട്ട് വരുന്നു. അയ്യോ അവരെന്നെ കണ്ട ആകെ കുഴപ്പവും. ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിന്നോട്ടെ. ആ ചെല്ല്. ആ ആരാ ഇത്? വാ മോളെ. എന്തൊക്കെയുണ്ട് മോളെ? സുഖാണോ? വാ മോളെ ഇരിക്കും. ഞങ്ങൾ വന്നത് സ്വർണ്ണമ്മ കണ്ടൊരു കാര്യം ചോദിക്കാന്. എന്ത് വേണം? കാശ് വേണോ? എത്രയാ വേണ്ടത്? ധൈര്യമായിട്ട് ചോദിച്ചോളൂ. അല്ല സ്വർണ്ണമ്മ, പണത്തിനല്ല. അമ്മ തരാനുള്ള മുഴുവൻ പണവും പലിശ സഹിതം എത്രയും പെട്ടെന്ന് തിരികെ തന്നോളാം. പലിശ അടക്കം തീർത്തോളാം. പക്ഷേ എന്താ മോളെ ഇത്? പണം സ്വർണ്ണമ്മയ്ക്ക് ഒരു പ്രശ്നമേ അല്ല. എനിക്ക് നീയാ വലുത്. എന്റെ ഭദ്രന് നീ തന്നെ ഭാര്യയാവണം. അതവന്റെ മാത്രമല്ല, എന്റെയും കൂടി ആഗ്രഹമാ. നീയാണ് എന്റെ മരുമകള്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ചേച്ചിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. നിങ്ങൾക്ക് തരാനുള്ള പണം ഞങ്ങൾ തീർത്ത് തരും. ആ കടത്തിന്റെ പേര് പറഞ്ഞ് എന്റെ ചേച്ചിയെ ഭീഷണിപ്പെടുത്തിയ ഞങ്ങൾക്ക് നിയമത്തിന്റെ വഴി തേടേണ്ടി വരും. ഓ ഗോപിക, എന്തിനാ നീ ഇങ്ങനൊക്കെ പറയുന്നേ? അതിന് സ്വർണ്ണമ്മ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഭദ്ര മുതലാളിക്ക് എന്നെക്കാളും നല്ലൊരു പെണ്ണിനെ കിട്ടും. ഓ നല്ല സമ്പത്തും സാഹചര്യവും ഉള്ള വീട്ടിൽ നിന്ന് ഒരു നല്ല പെൺകുട്ടിയെ തന്നെ കിട്ടും. ഞങ്ങളുടെ കാര്യം അറിയാലോ. വീടിന്റെ പ്രമാണം പോലും ഇവിടുത്തെ കയ്യില. ചേച്ചി എന്തിനെങ്ങനെ പേടിക്കുന്നേ? ആർക്കും ഒരു പെണ്ണിന് ധനമായി കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. പിന്നെ പണം, പലിശയ്ക്ക് പണം കൊടുത്തിട്ട് അത് ചോദിച്ച് ഭീഷണിപ്പെടുത്തിയാലേ അകത്ത് കിടക്കേണ്ടി വരും. സ്വർണ്ണമ്മയ്ക്കും മോനും. ഡേ, നീ ആരോടെ സംസാരിക്കുന്നറിയാവോ? ഈ സ്വർണ്ണമ്മയെ പിണക്കിയാലേ ഈ നാട്ടിൽ നിന്ന് തന്നെ നീ നിന്റെ കുടുംബം ഓടിപ്പോയേണ്ടി വരും. സ്വർണ്ണമ്മ തീരുമാനം എടുത്തു കഴിഞ്ഞു. നീ തന്നെയാ എന്റെ മരുമകള്. ഇനി മാറ്റമൊന്നുമില്ല. പിന്നെ പോലീസ്, നിയമം, അതൊന്നും ഈ സ്വർണ്ണമ്മയ്ക്ക് ബാധകമേ അല്ല. സ്വർണ്ണമ്മയ്ക്ക് സ്വർണ്ണമ്മയുടെ നിയമമാണ്. ഈ നാട്ടിൽ ഞാൻ വിചാരിക്കുന്ന മാത്രമേ നടക്കൂ. എങ്കിൽ നമുക്ക് നിയമത്തിന്റെ വഴിയെ പോകാം. ഞങ്ങളെ പോലീസിൽ പരാതി കൊടുത്തോളാം. പരാതി പോലീസിന്? ഇവിടുത്തെ ഇൻസ്പെക്ടർ സാർ മുതല് എല്ലാ പോലീസുകാരും ഞങ്ങളുടെ ജോലിക്കാര് പോലെയാ. കൈമടക്ക് വാങ്ങാനേ ഇവിടെ വരും. ഈ സ്വർണ്ണമ്മയുടെ മുമ്പില് കുമ്പിട്ട് നിൽക്കും.
കുമ്പിട്ട് നിൽക്കുന്നവരും താണു വണങ്ങി കിടക്കുന്നവരും ഒക്കെ കാണും. പക്ഷേ ഞങ്ങളെ അതിന് പ്രതീക്ഷിക്കണ്ട. അത് മാത്രമല്ല, ഇനി കല്യാണം, കളവാണം, മരുമകൾ എന്നൊക്കെ പറഞ്ഞ് എന്റെ ചേച്ചിയുടെ മുന്നിലേക്ക് എങ്ങാനും വന്നാ നിങ്ങൾ ശരിക്കും അറിയും ഈ ഗോപികാരാന്ന്. വാ ചേച്ചി. എന്തോന്നാ ചേച്ചി നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ.